നോക്കും ചെയ്യില്ല. ഞങ്ങളെ പ്രവർത്തകർ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ വെച്ച് പുകലുത്തുന്നു. ഒലക്കാക്കൂ, ഓരോലക്കാക്കൂല. ബേജാറാക്കണ്ട, പേടിപ്പിക്കണ്ട. ആ രീതിയിലൊക്കെയുള്ള വഴികൾ താണ്ടിയാണ്, ആ കനൽപ്പുറങ്ങളൊക്കെ താണ്ടിയാണ് ഞങ്ങൾ ഈ ഏർപ്പാട് നടത്തിയത്. അങ്ങനെയാണ് ലീഗും കോൺഗ്രസും ഒക്കെ ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്. അതാദ്യം തിരിച്ചറിയണം. പേടിപ്പിച്ചിട്ടൊന്നും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ കൊണ്ടോട്ടി ഞങ്ങൾ ലഭിക്കുന്നത് ഒന്നും വേണ്ട. ആക്കോട്ടേക്ക് ഒരു മിസ് കോൾ ഇട്ടാൽ 100 കണക്കിന് ചെറുപ്പക്കാർ ഓടി വരും. ഒരു മിസ് കോൾ ആക്കോട്ടേക്ക് ഇട്ടാൽ മതി, എങ്ങോട്ടും പോണ്ട. എനിക്കറിയാം. അതാണ് പുറത്തുനിന്ന് തല്ലല്ല. അവിടുന്ന് എന്തെങ്കിലും ഉണ്ടായാലും പേടിപ്പിക്കില്ല. പറഞ്ഞു തീർത്ത് സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നല്ലാതെ അവിടുത്തെ കാണാം. ആയാതി ബേജാറാക്കുന്ന തൽക്കാലം സ്ഥലം മാറിപ്പോയി, പറഞ്ഞ സ്ഥലം മാറിപ്പോയി. ഇത് തിരുത്തിയാലാണ് മൂളപ്പുറത്തിന്റെ മണ്ണ്. അതാണ് സഖാക്കളോട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ അക്രമം ആഗ്രഹിക്കാത്ത മണ്ണ്, അടിപിടി ആഗ്രഹിക്കാത്ത മണ്ണ്. അതാണ് തിരുത്തിയാടിന് ഒരു പ്രത്യേകതയുള്ളത്. ഇവിടെ അത്തരത്തിലുള്ള ഒരു നീക്കം ആഗ്രഹിക്കാത്ത മണ്ണാണ്. ഒരു ഉന്തും തള്ളും പോലും ആഗ്രഹിക്കുന്നില്ല. അവിടെ വെച്ചിട്ടാ പറയുന്നത് KNM, ISM, ദഅ്വ മുജാഹിദ് ഇതിനിടയിലൊക്കെ എങ്ങനെയൊക്കെ നൂൽപ്പാലങ്ങൾ കയറ്റി അതിൽ നിന്ന് ചോര കുടിക്കാനുള്ള ചിലരുടെ തന്ത്രങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി തിരുത്തിയാട്ടിന്റെ ജനതക്കുണ്ട് എന്ന് മാത്രമേ അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളൂ. ചിലപ്പോൾ മടവൂരിന്റെ ആളുകളെ വിളിക്കുമ്പോ KNMന്റെ ആളുകൾ അടുക്കുമെന്നൊക്കെ തോന്നിപ്പോയി കാണും. 60 വോട്ടിന് ജയിക്കുമെന്ന് തോന്നിപ്പോയ സ്ഥലമാണല്ലോ. അങ്ങനെ തോന്നിപ്പോയല്ലോ. അങ്ങനത്തെ മണ്ണല്ല ഇവിടെ. ഈ മുത്താടത്ത് അബ്ദുറഹ്മാൻ സാഹിബും മജീദാക്കയും മൊയ്തീൻകോയ സാഹിബും പ്രിയപ്പെട്ട അബൂബക്കർ സുലമിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലത്തീഫ് ഫാറൂഖി അടക്കമുള്ള ഈ പ്രിയപ്പെട്ട അസീസ് സാഹിബും ചാക്കരയും കുഞ്ഞോയി സാഹിബും അടക്കമുള്ള പ്രിയപ്പെട്ട ബഷീർ മാസും ഷബീർ അടക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനത്ത് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു കുടക്കീയിൽ അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ ചർച്ച ചെയ്ത് ആലോചിച്ചെടുത്ത് ഐക്യത്തോടെ പോകുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ വോട്ടാക്കി മാറ്റാമെന്നുള്ള തന്ത്രങ്ങളൊക്കെ തിരിച്ചറിയാൻ ഈ വിവേകമുള്ള മണ്ണിനും മനസ്സുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്. എന്തഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിന്റെ ഒന്നും കൂടുതലായി കടന്നു വരാത്ത പ്രദേശമായി ഇവിടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. എന്റെ പേരിലും പറഞ്ഞിറക്കി വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇവിടെ ചിലർ ഉളപ്പുറത്ത് പള്ളി പിടിച്ചടക്കിയിട്ടുണ്ട്. തിരുത്തിയാട്ട പള്ളി പിടിച്ചടക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒരു സുന്നിയുടെ കലണ്ടർ കൊണ്ട് സ്ഥാപിക്കാനുള്ള തന്ത്രങ്ങളാണ് മൂസ പ്രയോഗിച്ചു വരുന്നത്. പുതിയതാണ് തിരുത്തിയാട്ട പള്ളി. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇവിടെ മഹിതമായ ഒരു പാരമ്പര്യത്തിലൂടെ ഒരു നവോത്ഥാന സംവിധാനത്തിന്റെ അനുയായികൾ എത്ര പേര് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നായി കണ്ട ഒരു മഹൽ സംവിധാനത്തോട് മുന്നോട്ട് പോകുന്ന തിരുത്തിയാടിന്റെ മണ്ണിൽ അതിന് ആ ഐക്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നല്ലാതെ ഒരു നൂലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ നിങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധി എന്നുള്ള രീതിയിൽ മൂസാഫുറത്ത് ഉണ്ടാവില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുളപ്പുറത്ത് പറഞ്ഞു. അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. പാറമ്മൽ പുതുക്കോട് പള്ളിക്ക് ഇപ്പത്തുള്ള കൊടി കെട്ടാൻ വന്നിട്ടുണ്ട്. അത് തെളിയിച്ചാൽ പച്ചക്കൊടിയല്ലാത്ത എല്ലാ കൊടിയും പിടിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പിടിക്കേണ്ടി വരും, ഉറപ്പാ. ഏതായി ഞാൻ പറഞ്ഞ പുതുക്കോട് പാറമ്മൽ എന്ന് പറയാങ്ങള്. നാളെ നിങ്ങൾ കയറിക്കോ വണ്ടി കോടമ്പുര ഭാവമുസ്ലിയ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമ AP വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിന്റെ സമസ്തയിലെ മുശാവറയിലെ പ്രതിനിധി കോടമ്പുഴ ഭാവമുസ്ലിയാർ ദഅ്വ കോളേജ് നടക്കുന്നു. കോടമ്പുഴയിൽ അവിടെയുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സുന്നി പണ്ഡിതന്മാരിൽ കർമ്മശാസ്ത്ര രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് കോടമ്പുഴ ഭാവമുസ്ലിയാർ. നമ്മളാരെയും ചെറുതായി കാണുന്നില്ല. പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ് കഴിഞ്ഞ ഹജ്ജ് കമ്മിറ്റിയിലെ ചെയർമാൻ. ഫാറൂഖ് കോളേജിനടുത്ത് പ്രിയപ്പെട്ട അസീസ് സാഹിബിന്റെ ഏറ്റവും വലിയ സുഹൃത്ത്. ഒന്ന് പോയി ചോദിക്കണം. ഈ പാറമ്മൽ പുതുക്കോട് നിങ്ങൾ AP വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മർക്കസുമായി ബന്ധപ്പെട്ട് ഒരു പള്ളി നിർമ്മാണത്തിന് നിങ്ങൾ അവിടുത്തെ ആളുകൾ സ്ഥലം വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. സ്ഥലം വാങ്ങിയിട്ടുണ്ട്. പള്ളിയുടെ പേരിൽ തന്നെ പള്ളി ഉണ്ടാക്കാൻ അവര് 10 സെന്റ് സ്ഥലം ഇന്നും അവിടെ കിടക്കുന്നു. നിങ്ങൾ അറിയണം, ഈ ബൈപ്പാസിന്റെ ഓരത്ത് നമ്മുടെ തൊണ്ടയാട് കഴിഞ്ഞാൽ രാമനാട്ടുകര വരെ ഇപ്പോഴാണ് അയിമിനത്ത് ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരു പള്ളി വന്നത്. തൊട്ടപ്പുറത്ത് പാലായിയായിരുന്ന പള്ളി, ഒരു പള്ളി ഇവിടെ ആവശ്യമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആ പള്ളി എല്ലാവർക്കും ഉപയോഗിക്കാമായിരുന്നു. ആ പള്ളിക്ക് ആദ്യമായിട്ട് ചങ്കൊടി പാടത്ത് കൊണ്ടുപോയി കുത്തി എന്ന് മാത്രമല്ല, ഞാൻ ഇപ്പത്തുള്ള കുത്തി എന്ന് പറഞ്ഞിട്ടില്ല, കാരണം അന്ന് ഇപ്പത്തുള്ള നമ്മുടെ കൂടെ അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ഓടിയ ആളാണ്. അവർക്കെതിരെ സംസാരിക്കാൻ
അവര് ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി. 60ഓളം വരുന്ന ഡിവൈഎഫ്ഐയുടെ CPM-ന്റെ ആളുകൾ ഒപ്പിട്ട മാസ് പെറ്റീഷൻ. പായൂർ പഞ്ചായത്ത് ഓഫീസിലൊന്ന് പോയി നോക്കണം, കളക്ടറേറ്റിലൊന്ന് പോയി നോക്കണം. പെർമിഷൻ കൊടുക്കരുത്. അതിൽ പറയുന്നത് മറ്റു പലതും ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ആ കൊടുത്തതിന്റെ കോപ്പി നിങ്ങൾ പറയുന്ന മധ്യസ്ഥന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചാൽ, നിങ്ങളാണ് ഒപ്പിട്ട, നിങ്ങൾ ഈ പറയപ്പെട്ട സഖാക്കൾ മാത്രം ഒപ്പിട്ട ഈ കോപ്പി നിങ്ങൾ പറയുന്ന മധ്യസ്ഥന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചാൽ, പ്രിയപ്പെട്ട ഇപ്പത്തുള്ള ചെങ്കൊടി താഴെ വെച്ചിട്ട് പച്ചക്കൊടി പിടിക്കണ്ട, ഈ ത്രിവർണ്ണ പതാക പിടിക്കാൻ നീ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അത് പിടിക്കാതൊക്കെ നല്ലത്. ആ കൊടി ഇനി പിടിക്കാതൊക്കെ നല്ല ആണ്, അത് വേറെ കാര്യം. കാരണം അതും കേടുന്നുണ്ടല്ലോ. അതിപ്പം പിടിക്കുന്ന ചെങ്കൊടിയാണ് ഏറ്റവും പാകം. ഇപ്പൊ തിറ്റാറൊക്കെ പറഞ്ഞ സംസാരത്തിനൊക്കെ ഏറ്റവും നല്ല പാകമുള്ള കൊടി ചെങ്കൊടിയാണ്. കാരണം ഈ സമുദായത്തെയും സമൂഹത്തെയൊക്കെ എങ്ങനെ ഛിന്ന ഭിന്നമാക്കി അതിൽ നിന്ന് ചോര ഊറ്റി കുടിച്ച് രാഷ്ട്രീയം വോട്ടാക്കി മാറ്റാം എന്ന തന്ത്രങ്ങളുമായി പോകുന്ന ആളുകൾക്ക് പറ്റിയ പതാക ആ ചെങ്കൊടിയാണ്. അതിൽ യാതൊരു സംശയമില്ല. കുറെ ആളുകളെ കൊന്ന കഥകൾ പറഞ്ഞു, അവിടെ കുഞ്ഞുവിനെ കൊന്ന കഥ, കുറെ കഥ രാഷ്ട്രീയ അടിപിടികളൊക്കെ പറഞ്ഞു. അതൊക്കെ APK ആക്കി മാറ്റി, അത് മുജാഹിദ് മറ്റേ മുജാഹിദും ആക്കി മാറ്റി. എങ്ങനെയൊക്കെ വ്രണപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെ പരമാവധി നോക്കി. പക്ഷേ പറഞ്ഞത് തിരുത്തിയാതായിപ്പോയി എന്നുള്ളതാണ് ഒരു കാര്യം. അത് വേറെ എവിടെയെങ്കിലും പറയാമായിരുന്നു. ഇവിടെ അത്ര അത്ഭുതമാണ്. തിരുത്തിയാറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ജനാധിപത്യ മേഖലയിലും ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തും മഹല്ല് സംവിധാനത്തിലും പാവങ്ങളെ സഹായിക്കുന്നതിലും അയൽപക്ക ബന്ധങ്ങളിലും എല്ലാം തിരുത്തിയാടിന്റേതായ ഒരടയാളപ്പെടുത്തലുണ്ട്. പാരമ്പര്യമായി കിട്ടിയ ഒരു സംസ്കാരമാണ്. അത് നിലനിന്ന് പോകുന്ന മണ്ണിലാണ് ഈ രീതിയിലുള്ള കുഞ്ഞാപ്പ് കളികളൊക്കെ. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ചില വ്യക്തിപരമായ വിഷയങ്ങളുടെ പേരിൽ പാർട്ടി വിട്ടുപോയ ആളുകൾ നേതൃത്വം കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നത്. അങ്ങനെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത്ര ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ കൂടിയൊരു തെരഞ്ഞെടുപ്പായി ഭഗവാൻ ആറ്റിക്ക് എല്ലാ സാമ്പാറും പാടെ വെച്ചിട്ട് 166 പൊന്ന് കാച്ചിയ പൊന്നിന്റെ തിളക്കത്തോടുകൂടി 166 വോട്ടിന് നിങ്ങൾ അതിനെ വിജയിപ്പിച്ചു. അങ്ങനെ പല തെരഞ്ഞെടുപ്പ് കുഴൽക്കിണർ. പിന്നെ KSRTC-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചു. KSRTC കൊണ്ടുവന്നത് മൂസല്ല ഫാറൂഖാണ്. അത് പറഞ്ഞാൽ മതി. ഇവിടെ ആരാ മൂസ കൊണ്ടുവന്നതെന്ന് പറഞ്ഞേ? നമ്മൾ പറഞ്ഞോ KSRTC മൂസ ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നതാ. ഫാറൂഖ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വാഴയൂർ പഞ്ചായത്തിന്റെ ചെയർമാനാണ്. എന്താ നിങ്ങൾ സമ്മതിച്ചോ? ആ ഫാറൂഖ് കൊണ്ടുവന്ന KSRTC എന്ന് പറഞ്ഞിട്ട് അതിൽ കയറാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പാർട്ടിച്ച അവസ്ഥയിൽ പിന്നെ കയറേണ്ടി വന്നത് അത് വേറെ ചെയ്തു. ഫാറൂഖ് കൊണ്ടുവന്നതാ. ഫാറൂഖ് കൊണ്ടുവന്നത് എങ്ങനെ? ആര്യാടൻ മുഹമ്മദ് സാഹിബുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ